സൗണ്ട് വെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാത്തലിൻ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഡോഗ്സിലുള്ള ഇയർ ഇൻഫെക്ഷൻ അഥവാ ഓട്ടൈറ്റിസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോഗ്സിന് എങ്ങനെയാണ് ഇയർ ഇൻഫെക്ഷൻ വരുന്ന അതിന്റെ കോസും അതിന്റെ സിംറ്റംസും അതിന്റെ ട്രീറ്റ്മെന്റുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇനി ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രോപ്പിംഗ് ഇയേഴ്സ് ആയിട്ടുള്ള ഡോഗ്സിനാണ് കൂടുതലായിട്ട് ഇയർ ഇൻഫെക്ഷൻ വരുന്നത്. അതായത് ലാബർ ഡോഗ്സിനും ബീഗിൾസിനും ബാസറ്റ് ഹൗണ്ട്സ് പോലുള്ള ബ്രീഡുകൾക്കാണ് കൂടുതലായിട്ടും ഇയർ ഇൻഫെക്ഷൻ കാണപ്പെടുന്നത്. ഇത് വരാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡോഗ്സിനെ കുളിപ്പിച്ചതിന് ശേഷം അവരുടെ ഇയർ ക്ലീൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും വിട്ടുപോകാറുണ്ട്. അതുവഴി ആ വെള്ളം ചെവിയിൽ ഉണ്ടാവുകയോ അതുവഴി ഇൻഫെക്ഷൻ കയറാനോ സാധ്യതയുണ്ട്. മേ ബി സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഉണ്ടാവാം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ഉണ്ടെങ്കിൽ. അഞ്ചാമത്തെ കാര്യം നമ്മൾ ഇവരുടെ ഇയർ എക്സസ് ആയിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിലും ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ഇഞ്ചുറി വല്ലതും ഉണ്ടെങ്കിൽ അതുവഴി ഇൻഫെക്ഷൻ കയറി ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ചെവിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ പാരസൈറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ, ഫ്ലീഡേഴ്സ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവും. ഏഴാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെവി എക്സസ് ആയിട്ട് ചൊറിയുന്ന വഴി അവിടുന്ന് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് ആ വഴി ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എട്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫോറിൻ ബോഡി, അതായത് എന്തെങ്കിലും ഫ്ലൈ അതോ എന്തെങ്കിലും ചെവിയിൽ പോയിട്ട് അത് അവിടുന്ന് പോവാതെ അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒമ്പതാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ചെവിയിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ റെഡ്നെസ് പോലെ വല്ലതും കാണുകയോ അല്ലെങ്കിൽ ഡ്രൈ ഫ്ലേക്സ് വല്ലതും ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരുടെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇയറിലെ റെഡ്നെസ്, പിന്നെ കൂടാതെ ഇയർ വാക്സും, പിന്നെ സൈഡിൽ കാണുന്നത് ഫ്ലീഡേർട്സുമാണ്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ ക്ലെൻസർ ആണ് ഞാനിത് കാണിക്കുന്നത്. ഇത് വിർബാക്കിന്റെ എപ്പിയോട്ടിക് ഇയർ ക്ലെൻസർ ആണ്. ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു ലിഡ് ലഭിക്കുന്നതായിരിക്കും. ഈ ലിഡ് കണക്ട് ചെയ്തതിന് അതിന്റെ അപ്പർ ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലിക്വിഡ് വന്ന് നമുക്കിത് വീക്ക്ലി വൺസ് നമ്മുടെ ഡോഗ്സിന്റെ ഇയറിൽ ഉപയോഗിച്ച് കുളിപ്പിച്ചതിന് ശേഷം ഇയർ നിറയെ ഒഴിച്ചതിന് ശേഷം ഇയർ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ കുളിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ചില ആൾക്കാർ കാണും ആഴ്ചയിൽ 3 തവണയൊക്കെ നമ്മുടെ ഡോഗ്സിനെ കുളിപ്പിക്കുന്നത്. അതുവഴി ഇയർ എപ്പോഴും മോയ്സ്ചർ ആയിട്ടിരിക്കുന്നത് കാരണം അവിടെ ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻ കയറി ഇയർ ഇൻഫെക്ഷൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഡോഗ്സിന് ഇയർ ഇൻഫെക്ഷൻ അഥവാ ഓട്ടൈറ്റിസ് വന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായിട്ട് അവരിങ്ങനെ ചെവി ചരിച്ച് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചെവി സ്ക്രാച്ച് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്തോട്ട് പോയി നിൽക്കാൻ നേരത്തൊക്കെ ചില സമയത്ത് നമുക്ക് പസ്സിന്റെ സ്മെൽ അടിക്കും, അല്ലെങ്കിൽ ചെവി തുറന്ന് നോക്കുവാണെങ്കിൽ പസ്സിന്റെ ഡിസ്ചാർജോ അല്ലെങ്കിൽ ബ്ലഡി ഡിസ്ചാർജോ നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇയറിന്റെ ഭാഗത്ത് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊറ്റ പോലെ പൊളിഞ്ഞു വരുന്നത് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. ഇതൊക്കെ ഒരു ഇയർ ഇൻഫെക്ഷന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജസിലാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. ഇനി നമ്മൾ ഈ ഇയർ ഇൻഫെക്ഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡോഗ്സിന് കേൾവി ശക്തി തന്നെ തകരാറാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അവർക്ക് നെർവസ് സൈൻസ് ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മൾ ഇയർ ഇൻഫെക്ഷന്റെ സമയത്ത് നമ്മുടെ ഡോഗ്സിന്റെ ചെവിയുടെ ആ ഭാഗത്ത് വല്ലതും തൊടുകയാണെങ്കിൽ നല്ല പെയിൻ കാണിക്കുക, അല്ലെങ്കിൽ അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കാനും ചില സമയത്ത് ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കണ്ടീഷൻ കുറച്ച് വേഴ്സ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സ് ചിലപ്പോൾ ഫുഡ് എടുക്കാൻ മടി കാണിക്കുകയോ അല്ലെങ്കിൽ അലസപ്പെട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് മാറിയിരിക്കുന്നതും എല്ലാം നമുക്ക് കാണപ്പെടാൻ സാധിക്കും. ഇതെല്ലാം ഇയർ ഇൻഫെക്ഷന്റെ കൂടുതൽ സ്റ്റേജസിലാണ് നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണുന്നത്. ഇനി ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡോഗ്സിനെ കുളിപ്പിച്ചതിന് ശേഷം അവരുടെ ചെവികളിൽ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്തിട്ട് റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇവരുടെ ചെവിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈർപ്പം എന്തെങ്കിലും ചെവിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ടിഷ്യൂവിൽ അബ്സോർബ് ആയിട്ട് ഇയർ ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോഗ്സിന് നമ്മൾ പറഞ്ഞല്ലോ ചെവിയിൽ പൊറ്റ പോലെ വല്ലതും കാണുമെന്ന്, അതുപോലെ ഡ്രൈനസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ചെയ്യുന്ന മുന്നേ ആണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രൈനസ് നമുക്ക് കുറച്ച് ഇല്ലാതാക്കുക, അതുവഴി ഇൻഫെക്ഷൻ തടയാനും സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇയർ ഇൻഫെക്ഷൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, അതായത് ചെറുതായിട്ട് നമുക്ക് വെള്ളം പോലത്തെ എന്തെങ്കിലും ചെവിക്ക് അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമുക്ക് കടുകെണ്ണ എടുക്കുക 1 ടേബിൾ സ്പൂൺ, അതിന്റെ കൂടെ 1 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിനെ ചൂടാക്കുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ മണം ആ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ അത് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് എണ്ണ ആറിയതിന് ശേഷം 2 തുള്ളി ചെവിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി
ഇനി ഈ കണ്ടീഷൻ വേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഉപദേശം തേടേണ്ട അത്യാവശ്യമാണ്. കൂടാതെ അവര് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഡോഗ്സിന് വേണമെങ്കിൽ ഇയർ ക്ലെൻസർ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇയർ ഡ്രോപ്സ് സജസ്റ്റ് ചെയ്യും. കണ്ടീഷൻ കൂടുതലായിട്ട് മോശമായി കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് ആന്റിബയോട്ടിക്സും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും വിവരങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. Thank you for watching.